നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പരിശുദ്ധമായ നിസ്കാരം കൃത്യമായി വീടിന്റെ ഉള്ളിൽ നിർവഹിക്കുന്നവരാണെങ്കിൽ, സ്ത്രീകൾ ഫർദ് നിസ്കാരങ്ങൾ, ആണുങ്ങളാണെങ്കിൽ സുന്നത്ത് നിസ്കാരം, അത് കൃത്യമായി സമയമാകുമ്പോൾ നിസ്കരിക്കുന്ന ഒരു പതിവ് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായാൽ ആ വീട്ടിൽ വളർന്നു വരുന്ന മക്കളും നിസ്കാരം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് ഉണ്ടാകും. നമുക്ക് കാണാം, ഒരേ പള്ളികളിൽ എത്ര പറഞ്ഞാലും കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും കുറെ ഉപ്പമാരിങ്ങനെ ചെറിയ മക്കളെ പള്ളിയിൽ കൊണ്ടുവരുന്നു. ഉപ്പ ഒരു ഭാഗത്ത് നിസ്കരിക്കുമ്പോൾ ആ കുട്ടിയും ഇങ്ങനെ അതുപോലെ കൈകെട്ടലും റുക്കുവിന് പോകലും സുജൂദിന് പോകലും എന്റെ ഇടയ്ക്ക് അപ്പുറം ഇപ്പുറം നോക്കുന്നുണ്ടാവും, അല്ലെ? അപ്പുറം ഇപ്പുറം നോക്കുന്നുണ്ടാവും കാര്യം. പക്ഷെ അതേപോലെ ഉപ്പ ചെയ്യും പോലെ ആ റുക്കുവും സുജൂദും ഒക്കെ ചെയ്യുന്ന എത്രയോ മക്കളെ കാണും. എന്താ കാരണം വീട്ടിൽ ആ നിസ്കാരം കുട്ടി കണ്ടതുകൊണ്ടാണ്. നമ്മളെങ്ങനെ കണ്ടോ അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ ഇനി വരുന്ന കാലങ്ങളിൽ വളർന്നു വരുന്നവരായിരിക്കും. നാം നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും നിസ്കാരക്കാരാണ്. അത് നമ്മൾ കണ്ടിട്ട് പഠിക്കാറാണ്. ഇങ്ങനെ ഒക്കെ പഠിച്ചിട്ട് വൈകുന്നേരം പറഞ്ഞ ഭക്ഷണത്തിന്റെ കാര്യം അതൊക്കെ ഉസ്താദ് അവിടെ ക്ലാസ് എടുത്തിട്ട് പുറകെ വന്നിട്ട് അത് മനസ്സിലാക്കാനാണ്. നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. ഇവിടെ കുറെ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ക്ലാസ്സിൽ പോയിട്ട് ഉസ്താദ് റുക്കൂ എന്താണ്, ഇഅ്തിദാൽ എന്താണ്, സുജൂദ് എന്താണ് എന്നിങ്ങനെ പഠിപ്പിക്കുമ്പോ ആ കുട്ടിക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. കാരണം കുറെ കാലമായി ഇങ്ങനെ അത് ചെയ്യുന്നു, ഇതിന്റെ പേരറിയില്ല എന്ന് മാത്രം. അത് ഇത് റുക്കുവാണ്, അത് സുജൂദാണ് എന്ന് അറിയില്ല എന്ന് മാത്രം. പക്ഷെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി നേരത്തെ പഠിച്ചിരുന്നു. എല്ലാം അങ്ങനെയാണ്. നാം എങ്ങനെ ചെയ്യുന്നുണ്ടോ അതുപോലെ നമ്മുടെ മക്കൾ ഇങ്ങനെ പഠിക്കും. നല്ലതാണെങ്കിൽ നല്ലത് പഠിക്കും, മോശത്തരങ്ങളാണെങ്കിൽ അത് ഇങ്ങനെ പഠിക്കും എല്ലാം. അപ്പൊ അങ്ങനെ നമ്മുടെ മക്കളുടെ മുന്നിൽ വെച്ച് നിസ്കരിക്കുമ്പോ നല്ല അച്ചടക്കത്തോടെ ആ ഫിഖ് പറഞ്ഞതുപോലെ എത്രത്തോളം പറഞ്ഞാല് അത്തഹിയ്യാത്തിന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ഒരു കൈ ഉയർത്തൽ, കൈന്റെ വിരൽ മണക്കൽ, അതുപോലും മക്കൾ മനസ്സിലാക്കുന്നതാണ്. അദ്ദേഹത്തിന് കുറെ മക്കള് ഇവിടെ പോലെ നിയമം വെച്ചതുപോലെ കുട്ടികൾക്ക് അറിയില്ല. പക്ഷെ ആ വെക്കുമ്പോൾ ഇങ്ങനെ നേരെ പൊക്കാലല്ല, ഒരാൾക്ക് ഇങ്ങനെ ഭയങ്കരമായ ഓവർ സിഗ്നൽ നോക്കുന്നത് ആരുണ്ട്. ഒരാളിന് എന്തില്ല ബാറ്ററി ഫുള്ള് നിൽക്കാതെ പോലെ ഇങ്ങനെ താഴ്ക്കും. അങ്ങനെയുള്ള വസ്താണ് പൊക്കുന്നത് വേണ്ട, താഴ്ത്തൊന്നും വേണ്ട. അപ്പൊ അതിന് അത് ബന്ധല്ല. ഒരാളിങ്ങനെ ഇങ്ങനെ ഉണ്ട്, എന്താ അറിയില്ല, ഒരണക്കോ അണിയോണ്ടുണ്ടോ. എന്തിനാ ഈ അണക്കുന്നത്? അണക്കുന്നത് എന്തിനാ? ഫിഖിന്റെ കിതാബുകളിൽ മഹത്തുക്കള് ഫുഖഹാക്കള് പറഞ്ഞു, മഹാനായ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇർത്തിഖാദ് പറഞ്ഞ നമ്മുടെ വിശ്വാസം, അതുപോലെ നമ്മുടെ ഖൗല്, നമ്മുടെ വാക്ക്, അതുപോലെ നമ്മുടെ ഫീല്, നമ്മുടെ പ്രവൃത്തി, അത് മുഴുവനും തൗഹീദാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് തൗഹീദ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ വിശ്വാസം നമ്മുടെ ഖൽബ് കൊണ്ട് നാം പറയാം, ഖൽബിലുണ്ട്. അത് നാവിലൂടെ നാം പറയുമ്പോ വിശ്വാസവുമായി പറച്ചിലുമായി. അത് മാത്രം പോയ പ്രവർത്തനത്തിലും അത് കാണിക്കണമെന്നാണ്. ആ പ്രവർത്തനത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അശ്ഹദു എന്ന് പറയുമ്പോ അല്ല പൊക്കേണ്ടത്. പൊക്കേണ്ടപ്പോഴാണ് ഇല്ലല്ലാന്റെ ഈ പറയുമ്പോഴാണ്. അശ്ഹദു അങ്ങ് അപ്പൊ പൊക്കാനല്ല, ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഈ എന്ന് പറയുമ്പോഴാണ് ഇല്ലല്ലാഹ്. അപ്പൊ നമ്മുടെ വിശ്വാസവും ആ വാക്കിലൂടെ പറഞ്ഞു, അതുപോലെ നമ്മുടെ ഇതൊരു പ്രവൃത്തിയാണ്. ഇതിനൊക്കെയും തൗഹീദ് കാണിക്കാനാണ് ഇത് ചെയ്യുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒറ്റക്കാണെന്നാണ്. ഇല്ലല്ലാഹ് ഒരുവൻ. അതിങ്ങനെ ആക്കിയോണ്ടെങ്കിൽ എന്തിപ്പോ അതിനെ ആണ്
അടക്കൽ പരിപാടി. ചില ഫുഖാക്കൾ പറഞ്ഞത് കൂടുതൽ അടങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ നിസ്കാരം പോലും ബാധ്യരാവാൻ കാരണമുണ്ട്. തസ്ബീഹ് നിസ്കാരം ഉണ്ടല്ലോ, തസ്ബീഹ് നിസ്കാരം. ആ നിസ്കാരത്തിൽ തസ്ബീഹ് ചെല്ലുമ്പോ നമ്മുടെ വിരല് കൊണ്ട് എണ്ണ എന്ന് പറഞ്ഞ മഹാന്മാർ അത് സൂക്ഷ്മതയാണ്. എണ്ണ ഉറപ്പിന് വെണ്ണണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങളെ കണക്ക് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്ന്. അത് കാരണം കൈ കാണുന്നതല്ല, വിരലാണ്. ഇങ്ങനെ അത് തുടരേക്കൊന്നുമല്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ഒന്നാണെങ്കിൽ കുറച്ച് ഗ്യാപ്പുണ്ട്. ഇതിങ്ങനെ തുടരാനിങ്ങനെ അതെ. ഇത് കണ്ടാൽ നമ്മുടെ മക്കൾ പഠിക്കാൻ തുടങ്ങിയാല് പിന്നെ പണിയാൽ തോടലുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മുടെ മക്കൾ നമ്മുടെ നിസ്കാരം മനസ്സിലാക്കുന്നവരാണ്. അത് കണ്ടിട്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നവരാണ്. ആ പഠിച്ചാൽ പിന്നെ ആ മക്കളുടെ ആ പ്രാക്ടിക്കലായ നിസ്കാരങ്ങൾ അത് തുടരെയായിട്ടുണ്ടാവും. തീരെ നിസ്കാരം ഇല്ലാത്ത വീടാണെങ്കിൽ പിന്നെ മക്കളിൽ നിന്നിട്ട് നിസ്കാരം പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. കാരണം ഉപ്പ നിസ്കരിക്കാത്ത ഉപ്പയാണ്. ഉമ്മയാണെങ്കിൽ തീരെ നിസ്കാരം എന്താണെന്ന് പരിചയമില്ലാത്ത ഉമ്മയാണെങ്കിൽ അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ. എല്ലാം നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച പോലെ. ഇന്നിപ്പോ എത്രയോ വീടുകളിൽ പല മൗലിദ് സദസ്സുകൾ, പള്ളികളിൽ സ്വലാത്ത് മജ്‌ലിസുകൾ, ഇതൊക്കെ നമ്മണ്ടല്ല. പ്രായമുള്ള ആളുകൾ മുഴുവനുണ്ട്. നമ്മുടെ മക്കൾ എന്തില്ല, ഒരു മൗലിദ് ഏത് സദസ്സിന് ഏത് വീട്ടിൽ പോയാലും ഒരു മൗലിദ് ഉണ്ടാകും. ആ വീട്ടിൽ 10 മക്കളൊക്കെ ഉണ്ടാവും, പുള്ളിയും ചട്ടിയല്ലായിട്ട്. പക്ഷെ സദസ്സിൽ ഒരു കുട്ടി ഉണ്ടാവും. ഏതെങ്കിലും ഒരു മൗലിദ് സദസ്സിൽ, ഏതെങ്കിലും ഒരു നല്ല മജ്‌ലിസിൽ നമ്മുടെ മക്കൾ വരുന്നുണ്ടോ? ആദ്യമാണോ മൗലിദ് ഓതുമ്പോ സലാത്ത് എല്ലാ മക്കളുണ്ടോ? പള്ളിയിൽ സലാത്ത് നടക്കുമ്പോ മക്കളുണ്ടോ? ഇല്ല. എന്താ കാരണം? ആ പഠിപ്പിക്കാത്തോണ്ടാണ്. അതായത് ഉമ്മമാരെല്ലാം അല്ലെ പണ്ടെല്ലാം നല്ല ഒരു വെറൈറ്റി VIP വീടാണെങ്കിൽ വീടിനൊരു ചായ കസാര ഉണ്ടാവും. അതിക്ക് വീടിന്റെ ഉടമക്ക് ഇരിക്കാൻ വേണ്ടി. അല്ല വലിയ മുതലാളിയായ പുരക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും പുരക്കാരനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. ആ സെറ്റപ്പിൽ എന്തെങ്കിലും മൗലിദോ അല്ലെങ്കിൽ സ്വലാത്തോ അല്ലെങ്കിൽ നിക്കറോ ആ ഉപ്പ ചെല്ലുന്നുണ്ടെങ്കിൽ ഉപ്പാന്റെ 2 മക്കൾ തുടയിലുണ്ടാവും. പിന്നെ 3ാമത്തെ ആൾ വന്നാല് ചിലപ്പോ ഒന്നിനെ അപ്പുറാക്കിയിട്ട് വന്ന് 3ാമത്തെ കുട്ടീനെ ഇരുത്തിയിട്ട് ഉപ്പ സ്വലാത്ത് ചെല്ലും. അത് മക്കൾ പഠിക്കും. പഠിച്ചത് കൊണ്ടാണ് ഇന്ന് അൽഹംദുലില്ലാഹ് പ്രായമുള്ള ആളുകളൊക്കെയും സ്വലാത്തിനും മൗലിദിനൊക്കെ പങ്കെടുക്കുന്നത്. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ നാടിന്റെ അവസ്ഥ എന്തായിരിക്കും? ഏറ്റവും മക്കളുണ്ടാവും സദസ്സിൽ. മക്കളും പഠിച്ചോ പല മൗലിദ് പഠിപ്പോ എല്ലാവരും അറിയിക്കും തൊപ്പിട്ട് പ്രായമുള്ള ആളാണ്. നമ്മുടെ ഉപ്പാപ്പന്മാർ പഠിച്ചതാണ്. ഇന്നോ നമ്മുടെ മക്കൾ പണി വരുന്നുണ്ടെങ്കിലും മക്കളുടെ തലയിൽ തൊപ്പില്ല. മക്കളെ നമ്മളെക്കാൾ ഉത്സാഹമായി. നമ്മുടെ തല മറക്കാതെ മദ്രസയിൽ പങ്കെടുക്കും. തല മറക്കാതെ നിസ്കാരത്തിന് കൈകെട്ടും. ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ മക്കള് ആ രൂപത്തിൽ നമ്മുടെ വീടുകളിൽ മക്കളെ നാം വളർത്തുന്നവരാണെങ്കിൽ ആ മക്കൾ നല്ല ചിട്ടയോടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅ അതിന്റെ ആശയത്തിലായി ആദർശത്തിലായി വളർന്നു വരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അടുത്ത് റബീഉൽ അവ്വൽ വരാനായി നമ്മുടെ മക്കളൊക്കെ പാട്ടോ പ്രസംഗവും അതിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു ഉസാറ്റ് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോ വീട്ടുകാരായ നമ്മുടെ പ്രത്യേകമായ സപ്പോർട്ടുകൾ അവരെ പഠിക്കാൻ ഒരു ദിന പരിപാടിക്ക് വേണ്ടിയിട്ട് അവർക്ക് മറ്റുള്ള പ്രൈസും മറ്റൊക്കെയും അതിന് വേണ്ടിയിട്ട് കമ്മിറ്റിക്കാരൊക്കെയും ഞങ്ങളെ സമീപിക്കുമ്പോ മാഷാ അല്ലാഹ് കഴിഞ്ഞ കൊല്ലം നല്ല വിപ്ലവമായിരുന്നു. റബീഉൽ അവ്വലിന്റെ പരിപാടിയൊക്കെ നല്ല സെറ്റപ്പോട് ഇനി 2025-24 തോൽപ്പിക്കുന്ന രൂപത്തിൽ അതിനേക്കാൾ നല്ല ഉഷാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ മക്കളെ നാം ഉഷാറാക്കാം. നമുക്ക് നമ്മുടെ സാമ്പത്തികമായ സഹായങ്ങൾ മേഖലകൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നാട്ടുകാരായ നമ്മുടെ ഭാഗത്ത് നിന്നിട്ട് തീർച്ചയായും ഉണ്ടാകണം. ഉണ്ടായാലാണ് അൽഹംദുലില്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്ന രൂപത്തിൽ 1500ാമത്തെ ജന്മദിനമാണ് ഈ റബീഉൽ അവ്വൽ. കഴിഞ്ഞ കൊല്ലത്തിന് പോലെ 1500 കൊല്ലാണ് റസൂലുള്ളാഹി തങ്ങൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിട്ട്. മാഷാ അല്ലാഹ് നമുക്ക് നല്ല റാഹത്തോടെ കൊണ്ടാടണം, ആവേശത്തോടെ അതിനെ ആഘോഷിക്കണം. പടച്ചറബ്
നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, നിന്റെ ഹബീബിന്റെ ജന്മദിനം നല്ല സന്തോഷത്തോടെ റാഹത്തോടെ എല്ലാ രൂപത്തിലും ഉയർച്ച ഉള്ള രൂപത്തിൽ അത് കൊണ്ടാടാനുള്ള തൗഫീഖും ആഫിയത്തും സാമ്പത്തികമായ സഹായങ്ങളും എല്ലാം നമ്മുടെ മുന്നിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെയായി നാം ചൊല്ലിയ സ്വലാത്തുകൾ, ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്, റസൂലുള്ളാഹി തങ്ങളുടെ മനസ്സുകൊണ്ട് കൊണ്ടു നടന്നത് എല്ലാം ആഖിറത്തിലെത്തുമ്പോ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് ഏറ്റുവാങ്ങാൻ, അവിടുത്തെ ഹൗദുൽ കൗസർ ഏറ്റുവാങ്ങാൻ, അവിടുത്തെ ജിവാരിനായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളാക്കി തരണേ അല്ലാഹ്. റബ്ബേ, നമ്മുടെ മക്കള് അല്ലാഹുവേ എന്തൊക്കെ പഠിച്ചാലും റബീഉൽ വരുമ്പോ അവരുടെ നാവ് കൊണ്ട് ധാരാളമായി ഹബീബായ തങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറയുന്നു, പാടുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ആ ജന്മദിനം കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ മക്കൾ നടത്തുന്നു. അല്ലാഹ് ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് നമ്മുടെയും നമ്മുടെ മക്കളുടെയും കൽവിൽ ഈമാനിന്റെ വെളിച്ചം നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. അവിടുത്തെ മൗജിദത്തുകൊണ്ടല്ലോ നമ്മുടെ എല്ലാവിധ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നീ നീക്കി തരണേ അല്ലാഹ്. നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ജ്യേഷ്ഠൻ ഹനീഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ശ്വാസമുട്ട് കാരണം, ഹാർട്ടിന്റെ ബുദ്ധിമുട്ട് കാരണം എല്ലാവരും അദ്ദേഹം ഹോസ്പിറ്റലിലാണല്ലോ. സലാമത്ത് നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാ രൂപത്തിലും ഹബീബായ തങ്ങളുടെ മൗജിദത്ത് കൊണ്ട് പരിപൂർണമായ ശിഫാ ആ ഹനീഫ് എന്ന് പറയുന്ന കൂട്ടുകാരൻ അടക്കം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ഹൃദയ സംബന്ധമായ രോഗം കൊണ്ട് വേദാറായവരുണ്ട്, ഡയാലിസ് ചെയ്യപ്പെടുന്ന രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്. പടച്ചോനെ, മുട്ടുവേദന കൊണ്ട്, നടുവേദന കൊണ്ട്, നരമ്പിന്റെ അസുഖം കൊണ്ട്, പടച്ചോനെ, അങ്ങനെ പല ബുദ്ധിമുട്ടുകൊണ്ട് ബേജാറായ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശിവ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ദീവായ തങ്ങളുടെ ജന്മദിനം വരുമ്പോ ഞങ്ങൾ മൗലിദോദാറുണ്ട്, സ്വലാത്ത് ചെല്ലാറുണ്ട്, അശ്റഫ് റൈത്ത് പാടാറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഹബീബിനെ സന്തോഷിപ്പിക്കുന്ന പല പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അത് കാരണമായി മരിച്ചുപോയ ഖബറാളികൾക്ക് നീ വലിയ സന്തോഷം നൽകല്ലോ, വലിയ സന്തോഷം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل.